ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആയുസ്സിൽ ഒരു ദിവസം കൂടി തന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ നോമ്പിൻ്റെ 22-ാം ദിവസം. ഇന്ന് സഭ നിശ്ചയിച്ചിരിക്കുന്ന ധ്യാന വിഷയം കനാന്യ സ്ത്രീയുടെ മകളുടെ സൗഖ്യം, മധ്യസ്ഥതയുടെ മാഹാത്മ്യം. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളും സൗഖ്യദായക ശുശ്രൂഷയുമാണ് നോമ്പുകാലത്തെ 6 ഞായറാഴ്ചകളിൽ സഭ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. പൗരസ്ത്യ സഭയിൽ നോമ്പ് രൂപാന്തരത്തിൻ്റെയും ദൈവരാജ്യ അനുഭവത്തിൽ പങ്കുചേരുന്നതിൻ്റെയും സന്ദർഭമാണ്. ഞായറാഴ്ചകളിലെ ഏവൻഗേലിയം കർത്താവ് ചെയ്ത ഓരോ രക്ഷാകര സംഭവവുമായി ബന്ധപ്പെടുത്തി അറിയപ്പെടുന്നു. 4-ാം ഞായറാഴ്ചയായ ഇന്ന് ക്നാനയിത്തോ ഞായർ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിൻ്റെ അടുത്ത് തൻ്റെ മകളുടെ സൗഖ്യത്തിനായി കടന്നു വന്നിരിക്കുന്ന ഒരു അമ്മയെയാണ് നാം ഇവിടെ കാണുന്നത്. അവർ ഒരു കനാന്യ സ്ത്രീയാണ്. കനാന്യർ പുറജാതിക്കാരാണ്. യേശുവിനെ പറ്റി പറഞ്ഞു കേട്ട് വന്നതായിരിക്കാം. തൻ്റെ മകളെ ഭൂതോപദ്രവത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അവൾ അവനോട് നിലവിളിച്ചു പറഞ്ഞു. യേശു അവളോട് ഒന്നും പറഞ്ഞില്ല. അവളെ ശ്രദ്ധിക്കുന്നതേയില്ല. അവളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. അവർ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുകയാണ്. യേശുവിൻ്റെ ഇങ്ങനെയുള്ള പ്രവൃത്തി ബൈബിളിൽ വേറെ ഒരിടത്തും കാണാൻ സാധിക്കുകയില്ല. ആ അമ്മയുടെ വിശ്വാസത്തിൻ്റെ ആഴം തൻ്റെ ശിഷ്യന്മാർക്കും അവിടെ കൂടി വന്നവർക്കും മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് യേശു ഇപ്രകാരം ചെയ്യുന്നത്. അവൾ പുറകെ വരുന്നത് കണ്ട് അവളെ ഒന്ന് പറഞ്ഞു വിടുവെന്ന് ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിച്ചു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന്. അവൾ വീണ്ടും അവൻ്റെ അടുക്കൽ വന്ന് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. യേശു അവളോട്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവരെ നായോട് ഉപമിച്ചിട്ടും അവർ നിരാശപ്പെട്ടില്ല. യേശുവിനെ തള്ളി പറഞ്ഞുമില്ല. ഇത്രയും അപമാനവും അവഗണനയും ഒക്കെ കഴിഞ്ഞിട്ടും അവർ തെല്ലും പതറാതെ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതായത്, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കരുതി വെച്ചതല്ല, മറിച്ച് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതിൻ്റെ ബാക്കി ഒരു സ്വല്പം മതി അവരുടെ ആവശ്യം നിറവേറ്റാൻ എന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. യേശു അവരുടെ മറുപടി കേട്ട് അവളുടെ വിശ്വാസത്തിൽ വിസ്മയിച്ചു പോയി. നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് അവളോട് പറഞ്ഞു. ആ നിമിഷം തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇവിടെ സ്വന്തം അസുഖം ഭേദമാക്കണേ എന്നല്ല അവർ യേശുവിൻ്റെ അടുത്ത് പറഞ്ഞത്. തൻ്റെ മകൾക്ക് വേണ്ടിയാണ് അവർ വന്നത്. അവർ ഒരു മധ്യസ്ഥയായിട്ടാണ് വന്നത്. അതിന് അവർക്ക് ഉത്തരവും ലഭിച്ചു. മറ്റുള്ളവരുടെ വേദനയും പ്രയാസങ്ങളും നമ്മുടേതെന്ന് കണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ശത്രുക്കളെപ്പോലും സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:44 പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖന 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ എന്ന്. മർത്തോമാ സഭയിലും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഞായറാഴ്ചകളിലെ ശുശ്രൂഷ തീരുന്നത് നിങ്ങൾ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ എന്ന് പട്ടക്കാരൻ ചൊല്ലുന്നിടത്താണ്. കനാന്യ സ്ത്രീയെപ്പോലെ ഉത്തരം കിട്ടും വരെ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നിരന്തരം പ്രാർത്ഥിപ്പാൻ നമുക്കേവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും മുന്നേറുവാൻ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.